ഷാജിട്ട നമസ്കാരം. 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 ഷാജിട്ട, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം 4 വർഷം, രണ്ടാമത് സർക്കാരിന്റെ 4ാം വർഷം 100 കോടി രൂപ ചെലവാക്കി കൊട്ടിഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ആശാവർക്കർമാർക്ക് അവരുടെ ഓണറേറിയത്തിനൊരു 100 റുപ്യ കൂട്ടിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. എന്ത് അർത്ഥത്തിലാണ്, എന്ത് ബലത്തിലാണ് അദ്ദേഹം ഈ 100 കോടി രൂപ ചെലവാക്കി ഈ ആഘോഷം നടത്തുന്നത് എന്ന് സമൂഹം ചിന്തിച്ചു പോവുകയാണ്. എന്താ ചേട്ടാ ഇതിൽ പറയാനുള്ളത്? ഇത് വാസ്തവമായി അങ്ങേയറ്റം ദുഃഖകരമെന്ന് മാത്രമല്ല, അങ്ങേയറ്റം പ്രതിഷേധാർഹമായ സംഭവമാണിത്. ഈ കേരളം കുത്തുവാളിയെടുത്ത് നാളത്തെ കേരളത്തിനകത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരായി ഇരിക്കുന്നവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പെൻഷൻ തുക പോലും കിട്ടാത്ത വിധത്തിൽ അത് ഇവരെ ഈ പറയുന്ന കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ഉൾപ്പെടെ അവർക്ക് പോലും നാളെ പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇയാൾ കൊണ്ടുപോയി എന്താ പറയുക, മൂക്ക് കുത്തിച്ചിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് 100 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് ഇയാളുടെ ഈ ഗവൺമെന്റിന്റെ 4ാമത്തെ വാർഷികം എന്ന് പറയുന്ന സംഭവത്തിന് ആഘോഷിക്കാറുണ്ട്. ഇത്രയേറെ അധാർമികമായ പ്രവൃത്തി, ഇത്രയേറെ അനീതിയുള്ള ഒരു പ്രവൃത്തി, ഇത് വാസ്തവത്തിൽ ധിക്കാരവും തെമ്മാടിത്തവും അല്ലാതെ മറ്റെന്താണ് അയ്യപ്പനാഥ് ഇത്? ഇത്രയേറെ അനീതിയും ഇത്രയേറെ തെമ്മാടിത്തവും നടത്തിയിരിക്കുന്ന കേരളത്തിലെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യർ ഇയാളുടെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എങ്കിൽ പോലും അവരടക്കമെന്ത് ചെയ്യണമെന്നറിയോ? ഇയാളുടെ യാത്രയെ തെരുവിൽ തടയണം. ഇത് ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കണം. ജനകീയ വിചാരണ എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റപത്രം സമർപ്പിച്ചുള്ള വിചാരണ. എന്തിനാണെന്ന് അറിയുമോ നിങ്ങള്? ഈ കേരളത്തിൽ അതാണ് അയ്യപ്പദാസ് ഇപ്പൊ പറഞ്ഞത്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം അനുഷ്ഠിച്ച് അവിടെ കിടക്കുന്ന 70 ദിവസമായി കിടക്കുന്ന ആശാവർക്കർമാർ CPO നടത്തി സമരം നടത്തി ദയനീയമായി പരാജയപ്പെട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കാൻ പോലും ഒരു വകക്ക് കൊള്ളാതിരിക്കുന്ന UDF-ഉം അതോടൊപ്പം തന്നെ BJP-യും. ഇതൊന്ന് ആലോചിച്ച് കേരളം എത്രമാത്രം മൃഗമായി തീർന്നിരിക്കുന്നു. എന്തിനാണ് ഈ കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യൻ സത്യത്തിൽ ജീവിക്കുന്നത്? ശരിക്ക് എന്തിനാണ് ജീവിക്കുന്നത്? ഇയാളുടെ അഹങ്കാരവും ധിക്കാരവും കാണാനാണോ കേരളത്തിനകത്ത് ബാക്കിയുള്ള തലമുറ ജീവിക്കുന്നത്? ആണോ? ഈ അധാർമികതയും അനീതിയും ഉണ്ടായിട്ട് പോലും ഇയാളെ തെരുവിൽ തടയണമെന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊരിക്കലും ധിക്കാരമല്ല, അതൊരിക്കലും കലാപവുമല്ല. ഇത്രയേറെ അധാർമികമായ പ്രവൃത്തി നടത്തുമ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? ഇത് ധൂർത്താണ്. ഈ ധൂർത്ത് തടയേണ്ടതാണ് എന്നതാണ്. ഈ ധൂർത്ത് തടയുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു മനുഷ്യന്റെ ജനാധിപത്യപരമായിരിക്കുന്ന അവകാശമാണ്. നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന ഇയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപടി ഇപ്പൊ CBI-യുടെ എൻക്വയറി നടത്തുന്നത് ഇയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ഈ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആക്കുന്ന എബ്രഹാമിനെതിരെ CBI എൻക്വയറി കോടതി ആവശ്യപ്പെടുന്നു. ഇയാളുടെ വിജിലൻസ് ഈ വിഷയം അന്വേഷിച്ചിട്ട് ആ അന്വേഷിച്ച സംഭവത്തിനകത്ത് ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി പക്ഷപാതം കാണിച്ചിരിക്കുന്നുവെന്നും ഇത് ഞങ്ങൾ ഡൗട്ട്ഫുൾ ആണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഉളുപ്പുണ്ടോ ഈ മനുഷ്യനെ? വിജിലൻസിന്റെ വകുപ്പിന് പോയി കൈകാര്യം മുഖ്യമന്ത്രി ആയിട്ടിരിക്കാൻ ഉളുപ്പുണ്ടോ ഇയാൾക്ക്? ഇത്രമാത്രം അനീതി ഉണ്ടായിട്ട് പോലും ഇയാൾക്ക് എന്താന്ന് പറയാൻ ഇയാൾക്ക് 4 വർഷം എന്താണ് വാസ്തവത്തിൽ കേരളത്തിനകത്ത് 4 വർഷം കൊണ്ട് ഉണ്ടാക്കി തീർത്തത്? ഇയാൾ ഏതെങ്കിലും ഒരു സംഭവം പറയുമോ നിങ്ങൾ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചു വന്നിരിക്കുന്ന റോഡ് വൈഡനിങ്ങും റോഡിന്റെ ഈ ഭാഗം വീണ്ടും ഇയാളുടെ കാശാണോ? അത് സത്യത്തിൽ NDR കൊണ്ടുവന്ന പദ്ധതി തന്നെ. അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് ഇത്രയേറെ വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത് മുഴുവൻ ചെയ്ത് കേരളത്തെ ഗതികെട്ട അവസ്ഥയിലേക്കാക്കി മാറ്റി. ഈ ഗതികെട്ട അവസ്ഥയിലാക്കി മാറ്റി തീർത്തിരിക്കുന്ന കേരളത്തിനകത്ത് ഇയാൾക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യന് ഒരു വികാരവും തോന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥം? സത്യത്തിൽ എന്തിനാണ് ഈ മനുഷ്യന്മാർ ജീവിക്കുന്നത്? ശരിക്കും എന്തിനാണ് ജീവിക്കുന്നത്? CPO-ന്റെ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആ സമരം ഇന്നലെ രാത്രി അവർ തിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമോടെ കത്തിച്ചിട്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത്. പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചിട്ട് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയേക്കാൻ ഇവിടെ UDF-നകത്ത് ഉറച്ചു ഉണ്ടായിട്ട് എന്തിനാണോ ഈ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന സാധനത്തിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രസക്തി എന്താണ്? മറുഭാഗത്ത് വരുന്നു BJP. ഇവര് മുഴുവൻ തന്നെ പൊളിറ്റിക്കൽ ഗെയിമിനെ ഒരക്ഷരം അത് ഉരിയാടിയോ?
കുറ്റിയാടിയോ? എന്താണ് ഇതിനർത്ഥം? ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ചേർന്ന് ഈ പറയുന്ന കാട്ടുകളറായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായിരിക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്നാണ് പൊതുജനം തിരിച്ചറിയേണ്ടത്. കേവലമായിരിക്കുന്നത് ബഹിഷ്കരണത്തിന് ഇടപെട്ടോട്ടെ. ഷാജിട്ട ചേട്ടൻ ഇത് പറയുമ്പോൾ, ഈ CPOമാരുടെ കാര്യം പറയുമ്പോൾ, KM എബ്രഹാം എന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന KM എബ്രഹാമിനെതിരെ എന്ത് ആരോപണമാണ് UDF-ഉം BJP-യും ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ജോമോൻ പുത്തമ്പരയ്ക്കൽ അല്ലാതെ ഇവർക്ക് എന്ത് പ്രതിപക്ഷമാണ്, എന്ത് BJP-യാണ്? ഇല്ലേ, അതാ പറഞ്ഞ ഇത് ശരിക്കും തന്നെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നാടകമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. വളരെ കൃത്യമായിരിക്കുന്ന പൊളിറ്റിക്കൽ നാടകമാണ്. ഈ നാടകത്തിന്റെ ദുരന്തം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ സത്യത്തിൽ വെട്ടില്ലാവുന്ന പൊതുജനല്ലേ, കോടതിയല്ലേ പറഞ്ഞത്, ഹൈക്കോടതിയല്ലേ പറഞ്ഞത്. അപ്പൊ ഹൈക്കോടതി അത് കൃത്യമായി പറഞ്ഞിട്ട് കൂടി ഈ സംഗതി ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടാകും. എന്നിട്ട് അയാൾ വീണ്ടും എന്താണ് അതിനകത്ത് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ സർക്കാരിന്റെ ഔദ്യോഗികമായ ലെറ്റർ പാഡിനകത്ത് അയാൾ എഴുതിയിട്ട് കൊടുക്കുകയാണ്. ഉറുപ്പില്ലാതെ അയാൾ എഴുതി കൊടുക്കുകയാണ് ഈ സംഭവത്തെ കുറിച്ച് IPS ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന്. ഏത് IPS ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ? ഒരു IPS ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ഫലമാണല്ലോ തൃശ്ശൂരിലെ പൂരങ്കരക്കൽ ഒരു കൊല്ലം ഒന്നായി ഇന്നേവർ റിപ്പോർട്ട് വന്നോ? അപ്പൊ ഇത് ശരിക്കും എന്താണ്? ഇവരെല്ലാരും ചേർന്ന് നടത്തുന്ന ഗംഭീരമായിരിക്കുന്ന നാടകമാണിത്. ഈ നാടകത്തിനകത്ത് പെട്ടുപോകുന്നവരാണ് സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് ഈ ഇത്രയും കള്ളപ്പണം കെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയും പേരും കള്ളനായിരിക്കുന്ന ഒരു ഉറപ്പുമില്ലാതെ അയാൾക്ക് യാത്ര നടത്താൻ വരുന്ന ധൈര്യത്തിന് പിൻബലം മാത്രമാണ്. കാരണം ഒരാളും ചോദിക്കാനുമില്ല പറയാനുമില്ലാത്ത ബലമാണത്. ഈ ഒരാൾ ചോദിക്കാൻ സത്യത്തിൽ ആരാണ് വരുന്നത്? ഓപ്പോസിഷൻ വരണ്ടേ? എവിടെയുണ്ട് ഈ വലിയ വായിൽ വർത്താനം പറഞ്ഞ BJP? എവിടെയുണ്ട് BJP? എവിടെയുണ്ട് UDF? തെരുവിൽ തടയണം ഈ മനുഷ്യനെ. അതായത് തെരുവിൽ തടയുന്നത് എന്തിനാണെന്നറിയോ? തെരുവിൽ തടയാന്ന് വെച്ച് ജനകീയ വിചാരണ എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനകീയ വിചാരണയാണ്. ഈ ജനകീയ വിചാരണയുടെ ജനാധിപത്യ തോന്നുണ്ടായിരിക്കുന്ന പിന്നെ തെരുവിൽ തടയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തടയണം. ഈ തടയുന്നതിലൂടെ മാത്രമേ സത്യത്തിൽ ജനം എന്താണെന്ന് ഇയാൾക്ക് തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ 1500 പോലീസിന്റെ അകമ്പടിയോടെ ഈ കാവൽ നിൽക്കാൻ പോകുന്ന ഒറ്റ പോലീസുകാരന് 5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഒരു നയാ പൈസ പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളം ഗതികെട്ടിരിക്കുകയാണ്. കേരളം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കേരളത്തിനകത്ത് അത്തരണ്ടായിരുന്ന ധനകാര്യം എന്ന് പറയുന്ന വകുപ്പില്ലാതായി തീർന്നു. പകരം എന്തായി തോന്നുന്നു? കിഫ്ബി മാത്രമായിട്ട് മാറി. ഇതേ സംഭവം തന്നെയാണ് എന്ത് വരുന്നത്? PWD എന്ന് പറയുന്ന ഒരു വകുപ്പില്ലാതായി തീർന്നു. പകരം എന്ത് വരികയാണ്? ഊരാളുകൾ. എന്ത് സംഭവത്തിൽ ഇവിടെ കൂസ് വെച്ചാൽ പോലും പിന്നെ കൊട്ടേറ്റ് കരാർ കൊടുക്കുന്നതായിരിക്കാം ഊരാളുകളല്ലേ കൊടുക്കുന്നത്. ഇവന്റെ ഈ പറയുന്ന മുടിഞ്ഞ യാത്രക്ക് 100 കോടി രൂപ വരുന്ന യാത്രക്ക് വരുന്ന ഡെക്കറേഷൻ അത് മുഴുവൻ കൊടുത്ത ആൾക്കാർ ഊരാളുകളല്ലേ കൊടുത്തത്. ഇതിന്റെ പണം മുഴുവൻ ആർക്കാണ്? ഇതിന്റെ പണം മുഴുവൻ വന്നു ചേരുന്നത് ഇയാളുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് എന്ന ഗുരുതരമായിട്ട് ആരോപണമാണുള്ളത്. ഇനി മറുഭാഗത്തേക്ക് എടുത്തോ. ഈ കേരളത്തിനകത്ത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പല സ്മാർട്ട് റൂം പോലുള്ള ഒരുപാട് പദ്ധതികളുണ്ടല്ലോ ഈ സ്കൂളുകൾക്ക്. ആ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ കമ്പ്യൂട്ടറുകളും കാലഹരണപ്പെട്ടതാണ് എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ്. ഇൻഫോസിസിനകത്ത് 270ഓളം ജീവനക്കാരെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. എന്തുകൊണ്ട് പിരിച്ചുവിട്ടു? ഈ പിരിച്ചുവിട്ട് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? ഏറ്റവും പുതുതായിരിക്കുന്ന ഒരൊറ്റ സോഫ്റ്റ്വെയർ പോലും ഒരു കമ്പ്യൂട്ടർ പോലും കൂടി ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവരെ മുഴുവനാളെ പിരിച്ചുവിടും. ഈ പിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പുത്തനായി തുടങ്ങുന്ന സ്കൂളിനകത്ത് സ്മാർട്ട് റൂമിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഒഴിവാക്കിയിരിക്കുന്ന ഡംപിംഗ് യാർഡിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന മുഴുവൻ കമ്പ്യൂട്ടറുകൾ വന്നിട്ട് കുട്ടികളെ ചെലവിലേക്ക് അടിച്ചു മുറിച്ചിട്ട് സർക്കാരിന്റെ വൗച്ചർ മുറിക്കുകയാണ്. ഒഴിവാക്കുന്ന സാധനം ഏറ്റവും വലിയ സ്മാർട്ട് ക്ലാസ് റൂമിൽ വിടുന്ന സാധനമാണെന്ന് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രമാത്രം വഞ്ചനാപരമായി സമസ്ത മേഖലയിൽ പറ്റിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഗവൺമെന്റ് ഈ കേരളം ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഇത്രയും വഞ്ചനാപരമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഈ യാത്ര വാസ്തവത്തിൽ എന്താണ്? ഈ യാത്ര കേരളത്തിൽ കാണിക്കുന്നത്, ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റം അനീതിയാണ്, ധിക്കാരമാണ്, തമ്മാടിത്തമാണിത്. ഈ തമ്മാടിത്തത്തെ ജനം കൃത്യമായി തെരുവിൽ തടയുന്ന സംഭവമാണിത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് കേരളത്തിലെ ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഇവര് കുറച്ച് ആളുകൾ തീരുമാനിക്കുന്നതാണ് ഈ സംഭവം. നിങ്ങൾക്ക് നോക്കിയാൽ CPOവിനകത്ത് സമരം ചെയ്യാൻ പോയിരിക്കുന്ന കുട്ടികളെ ഈ കേരളത്തിലെ ഏതോ ഒരു വലിയ പ്രമാണിയായിരിക്കുന്ന CPO നേതാവിനോട് AK തന്നെ പോയി കണ്ടപ്പോൾ നിങ്ങൾ തൂങ്ങി വലിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമല്ലത്. സ്വാഭാവികമായിട്ട് നമ്മൾ അനുമാനിക്കുന്നത് ആരെയാണ്? പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞതിനെ നമ്മൾ അനുമാനിക്കുന്നത് അല്ലേ?
ഇവരെന്നെ എങ്ങനെയാണോ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി സെക്രട്ടറിയും ആവുന്നത്? അജിയേട്ടാ ഒരു കാര്യം കൂടെ, ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ മീൻ കച്ചവടം ചെയ്യാൻ പോകും. ഇവന്റെ മോനെ പറഞ്ഞേക്കോ, പോയിന്നെ മകനെ പറഞ്ഞേക്കോ പോയിന്നെ എന്താണെന്നറിയോ? ഇതെല്ലാമാണ് വാസ്തവത്തിൽ അങ്ങേയറ്റം സംസ്കാരശൂന്യമായ, ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യനെന്ന് പോലും പറയാൻ കഴിയാത്ത ആളുകളുടെ കൂട്ടായ്മയായിട്ട്, ആളുകളുടെ സംഘടനയായി CPM മാറിയതോ. CPM അതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഇവനെ പോലത്തെ പോളിറ്റ് ബ്യൂറോ ഇരുന്ന് കഴിഞ്ഞാൽ ഗതികേടായത്. ഇവനെ പോലത്തെ പാർട്ടി സെക്രട്ടറി ആക്കിയത് ഗതി എന്തിനോ ഇവനെ പോലത്തെ പാർട്ടി സെക്രട്ടറി ആയ ദുരന്തമാണ് ഈ കേരളത്തെ ഇങ്ങനെ മുടിച്ചിട്ട് പോലും 100 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ പാർട്ടി സെക്രട്ടറി നിൽക്കുന്നത് അരുതെന്ന് പറയാനുള്ള ധൈര്യമില്ലായെങ്കിൽ എന്തിനോ ഇവൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത്? എന്തായിട്ട് ആവശ്യം? എന്താവശ്യമോ പാർട്ടി സെക്രട്ടറി ആയിരിക്കേണ്ടത്? ആരുടെ താല്പര്യമാണ് ഈ സാധനം ഇതിനകത്ത്? ആരുടെ താല്പര്യം? ഈ താല്പര്യം മുഴുവൻ തന്നെ എന്താണ്? ഇയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ താല്പര്യവും അതിനകത്തില്ല. ഈ ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് വളരെ ഭംഗിയായി BJPയുടെ രാഷ്ട്രീയവും CPM-ന്റെ രാഷ്ട്രീയവും തമ്മിൽ എന്ത് ചെയ്യാറ് വളരെ ഗംഭീരമായി യോജിക്കുകയാണ്. ഇതിന്റെ ആത്യന്തികമായ ഫലം എന്താണെന്നറിയോ? ഇയാൾക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സാധാരണ ചരട് മുഴുവൻ തന്നെ BJPയുടെ കയ്യിലേക്ക് നീണ്ടുപോയിരിക്കുന്നു. അതാണ് ഇതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യമാണത്. ഒരു ഭാഗത്ത് ഫണ്ട് ലൂട്ടിംഗ് നടത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കുന്നതിന് പറ്റാവുന്ന തുക കേന്ദ്രം നിങ്ങൾക്ക് വീണ്ടും തന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണ നിങ്ങൾ കടമാകി ദൂർത്തടിച്ച് മുടിയുന്നു. ഓരോ തവണ മുടിയുമ്പോൾ നിങ്ങൾ എന്താകുന്നു? നിങ്ങൾ വലിയ വാരിക്കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എടുക്കാൻ ചരക്കാക്കി മാറ്റിയിട്ട് ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നീതരായ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന 4ാമത്തെ വാർഷികത്തിന്റെ ഘോഷയാത്ര നടത്തുന്നത്. ഈ യാത്ര അങ്ങേയറ്റം തികച്ചും പ്രതിഷേധാർഹമാണ്. അത് തീർച്ചയായും ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ശ്രീ അയ്യപ്പദാസന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. ഏതായാലും ചേട്ടാ, കാസർഗോഡ് നിന്ന് ഇത് ആരംഭിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൽ ആരൊക്കെ ഇതിനെ, ഈ UDF എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമുണ്ടോ, BJP എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടോ? നമുക്ക് നോക്കാം പൊതുജനം ഇതിനെ എങ്ങനെ നേരിടുമെന്ന്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു ചേട്ടാ. താങ്ക് യു.